ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ മെഗാ ഫെയറിന്റെയും ഭക്ഷ്യമേളയുടെയും ഭാഗമായി 80ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. 150ഓളം പേരാണ് സംഘാടക സമിതിയിലുള്ളത്. സ്കൂൾ ബാൻഡ്, വെസ്റ്റേൺ ബാൻഡ്, മറ്റ് കലാപരിപാടികളുമൊക്കെ ഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഫെയറിന്റെ 2ാം ദിവസമായ ഇന്ന് ചിത്ര അയ്യരും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത നൃത്ത പരിപാടി അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലാപരിപാടികൾക്കൊപ്പം ഫെയറിന്റെ സോവനീർ പ്രകാശനം, ടൊയോട്ട കാംറി കാറിനായുള്ള നറുക്കെടുപ്പ് എന്നിവയും നടക്കും. പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ആതുര സേവനത്തിനുള്ള സംവിധാനവുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ, വൈസ് ചെയർമാൻ ആർ പവിത്രൻ, പ്രിൻസിപ്പൽ വി.ആർ. പളനിസ്വാമി, വൈസ് പ്രിൻസിപ്പൽ മരിയ വാൾട്ടിൻ, ഹെഡ് ടീച്ചർ ജി.ടി. മണി, അലീഷ്യ ദേവസി, ഡോക്ടർ അഷ്റഫ്, രമേശ് ആമ്പശിവൻ, ജ്യോതികുമാർ മേനോൻ, ജേക്കബ്, മോഹൻകുമാർ എന്നിവർ ഫെയറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകി. ബഹ്റൈൻ മാർത്തോമ ഇടവകയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സഭാ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും കെട്ടുപണിക്കും സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പദ്ധതികളും പരിപാടികളുമാണ് സഭ നടപ്പാക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ വർഷവും 100 പേർക്ക് വീതം ചികിത്സാ സഹായം നൽകുന്നതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും ഇതിനുവേണ്ടി ആഗോളതലത്തിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും സഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇടവക വികാരി റജി വർഗീസ് മല്ലപ്പിള്ളി, ഫാദർ റെജി ഡാൻ ഫിലിപ്പ്, കോശി സാമുവൽ, എബ്രഹാം സാമുവൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 1 വർഷം നീളുന്ന ആഘോഷങ്ങളാണ് സഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ബഹ്റൈനിലെ കായിക രംഗത്തെ ചില വിശേഷങ്ങൾ. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ചലഞ്ച് 2012 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ അംബാസിഡർ മോഹൻകുമാർ നിർവഹിച്ചു. ഇന്ത്യൻ ദേശീയ താരം ഗോപിചന്ദ് മുഖ്യാതിഥിയായിരുന്നു. ഇത് 3ാം തവണയാണ് ബഹ്റൈൻ കേരളീയ സമാജം അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന് വേദിയൊരുക്കുന്നത്. 4 ദിവസം നീണ്ടുനിന്ന ഈ ടൂർണമെന്റിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പ്രമുഖ കളിക്കാർ പങ്കെടുത്തു. ഈ ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ അംഗീകാരത്തോടെയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ മത്സര ഫലങ്ങൾ ലോക റാങ്കിങ്ങിന് പരിഗണിക്കപ്പെടുന്നു. GCCയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിന് നിരവധി രാജ്യങ്ങളിൽ നിന്നും കാണികളിലെത്തിയിരുന്നു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ മോഹൻകുമാറാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത്. മുൻ ഇന്ത്യൻ ദേശീയ താരം ഗോപിചന്ദ് മുഖ്യാതിഥിയായിരുന്നു. 25ഓളം രാജ്യങ്ങളിൽ നിന്ന് 100ഓളം കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. മലേഷ്യക്കാരനായ ഫുങ്തോ ആയിരുന്നു മെയിൻ റഫറി. ഇറാഖിൽ നിന്നുള്ള അഹമ്മദ് ആസാദ്, അബ്ദുൽ അസീസ് എന്നിവർ കളിയുടെ മേൽനോട്ടം വഹിച്ചു. പുരുഷ വിഭാഗം സിംഗിൾ, ഡബിൾ മിക്സ്ഡ്, വനിത വിഭാഗം ഡബിൾ മിക്സ്ഡ്, സിംഗിൾ തുടങ്ങി 5 വിഭാഗങ്ങളിലായിരുന്നു മത്സരം നടന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പ്രദർശന മത്സരത്തിൽ മുൻ ഇന്ത്യൻ ദേശീയ താരം ഗോപിചന്ദ് ബഹ്റൈൻ ദേശീയ താരവുമായി മത്സരിച്ചു. ആവേശത്തിരയിളക്കിയ KCA ഇൻഡോ ബഹ്റൈൻ വോളിബോൾ ടൂർണമെന്റ് ശ്രദ്ധേയമായി.
കേരളത്തിൽ നിന്നും എത്തിയ വോളിബോൾ താരങ്ങൾ മാറ്റുരച്ച വാശിയേറിയ മത്സരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. KCA സംഘടിപ്പിച്ച ഇൻഡോ ബഹ്റിൻ വോളിബോൾ ടൂർണമെന്റ് 6 ദിവസങ്ങളിലായി നടന്നു. ഇന്ത്യയിലെയും ബഹ്റിനിലെയും കായിക താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മത്സരങ്ങൾ നടത്തിയത്. സിംസ് ടീമും ടാലന്റ് ടീമും തമ്മിലായിരുന്നു കഴിഞ്ഞ ദിവസം KCA ഗ്രൗണ്ടിൽ മത്സരിച്ചത്. വാശിയേറിയ മത്സരം വീക്ഷിക്കാനായി നിരവധി പേർ എത്തിയിരുന്നു. കേരളത്തിൽ നിന്നും എത്തിയ മുതിർന്ന വോളിബോൾ താരങ്ങളായ ഉണ്ണികൃഷ്ണൻ, സുഭാഷ് എന്നിവർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. KCA വർഷാവർഷം സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് ബഹ്റിൻ സ്വദേശികൾക്കും ഹരമായി തീർന്നിട്ടുണ്ടെന്നും നിരവധി പേർ കളിക്കാനും കളി കാണുവാനും എത്തുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ടൂർണമെന്റിന്റെ ഫൈനൽ ഈ മാസം 18-ന് നടക്കുമെന്നും ഫൈനൽ മത്സരത്തിൽ കൂടുതൽ വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുമെന്നും KCA ഭാരവാഹികൾ അറിയിച്ചു. ട്രാവലെക്സ് ഡെസേർട്ട് സ്കാൻ തുടരും ഒരിടവേളയ്ക്ക് ശേഷം. ട്രാവലെക്സ് കറൻസി എക്സ്ചേഞ്ച്, ഓൺലൈൻ മണി ട്രാൻസ്ഫർ, ഈസി ക്യാഷ് പിക്കപ്പ്, അസോസിയേറ്റ് വിത്ത് വെസ്റ്റേൺ യൂണിയൻ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ച്, ഓൺലൈൻ കറൻസി ഓർഡർ, ബൈ ബാക്ക് ഗ്യാരണ്ടി ഫോർ കറൻസി എക്സ്ചേഞ്ച്, 26 branches in Bahrain. Travelex, fastest and safest bank transfer. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ മെഗാ ഫെയർ ആൻഡ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ 2012. നിരവധി ഗെയിം സ്റ്റാളുകളും ഫുഡ് സ്റ്റാളുകളും. 1 ദിനാർ പ്രവേശന ടിക്കറ്റിന്മേലുള്ള നറുക്കെടുപ്പിൽ 1ാം സമ്മാനം ടൊയോട്ട കാംറി കാറും മറ്റനേകം സമ്മാനങ്ങളും. പ്രശസ്ത ഗായിക ചിത്ര അയ്യരും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന്. ISP മെഗാ ഫെയർ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ ഇന്ന് സമാപന ദിവസം. വരൂ ഇസാ ടൗൺ ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിലേക്ക്. ഇനി ബഹ്റൈനിലെ മറ്റു ചില വാർത്തകളും വിശേഷങ്ങളും. അൽഹിലാൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി സൗജന്യ വൈദ്യപരിശോധന ക്യാമ്പ് നടന്നുവരുന്നു. നവംബർ 1-ന് ആരംഭിച്ച ക്യാമ്പിൽ ഈ മാസം 30-ാം തീയതി വരെ എല്ലാ ദിവസവും കാലത്ത് 8:30 മുതൽ 12:30 വരെയാണ് പരിശോധനാ സമയം. സ്ത്രീകൾക്കായുള്ള എല്ലാ പരിശോധനകളും സൗജന്യമായാണ് ആശുപത്രിയിൽ നൽകുന്നത്. മദർഹുഡ് 2012 ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ സൗജന്യ വൈദ്യപരിശോധനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി 17344700 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒപ്പൽ കൺസൾട്ടന്റ് സംഘടിപ്പിച്ച ഇന്ത്യൻ പ്രോപ്പർട്ടി എക്സ്പോ ഇന്ത്യൻ സ്കൂളിലെ ജഷന്മാൽ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്നു. ഇന്ത്യൻ സ്കൂൾ ഫെയറിന്റെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എസ്റ്റൻ റിലേറ്റേഴ്സ്, ശോഭ സിറ്റി, ഹൊയ്സാല പ്രോജക്ട്സ്, ക്രിസന്റ് ബിൽഡേഴ്സ്, ജോസ് ആലുക്കാസ്, ഗസൽ ബിൽഡേഴ്സ്, അൾട്ടിമ ബിൽഡേഴ്സ്, മാനൂരൻ ഹൗസിംഗ്, ബുർജൽ ഹിന്ദ് തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ ബിൽഡേഴ്സ് എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ബേസൻ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ചെറിയാൻ, SV ബഷീർ, ഒപ്പൽ കൺസൾട്ടൻസ് ചെയർമാൻ AK തോമസ് എന്നിവർ പങ്കെടുത്തു.